sun-soaked shores, lost in the evening breeze. You were all I wanted. മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകൾ കരുള ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകൾ കരുള പദ്ധതിയിലുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെടണം. നിന്റെ പരിശുദ്ധമായ കർത്താവേ യേശുമിശിഹാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. When you walked into the room, I couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives
തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Wait a little bit longer. Wait a little, we'll be coming around again. 'Cause you know we're stronger than we were when you and I began. I don't know what's harder, holding on or letting go. I don't know if we oughta, know if we oughta, no I don't. Wait a little bit longer. Wait a little, we'll be coming around again. 'Cause you know we're stronger than we were when you and I began. I don't know what's harder, holding on or letting go. I don't know if we oughta, know if we oughta, no I don't. I don't know where we're going, but I know it's gonna be good. I don't know where we're going, but I know it's gonna be good.
afternoon, I can picture you walking with your father at your side. In the summer heat, California speaks softly like she's making up her mind. And now, as I stand beside you, I say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I will spend my whole life loving you. Through your shining eyes, sweet like Jeffrey Pines, I pretended I could read your thoughts. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വപ്പെട്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ 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 മണ്ഡലങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി.
രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമാർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടിത്തീരുന്നാമത്തിൽ ഞങ്ങൾ രക്ഷമനൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേലിക്കായി തീർന്നാൽ തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദിൻ. വാനോർഭൂവാസികൾ വന്ദിച്ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യണതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ നിന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും ക്ലേശപിശാചുക്കളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാതമ്പുരാന് തൻ്റെ അടിയാറുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിനും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്ക് മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവ്വതാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ദൈവികമായിരിക്കുന്നതുമായ കർത്താവേ, നാശമില്ലാത്ത സകല നഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി വിചരിക്കുന്നതുമായിട്ടുള്ള നൂറോന്നിയാകുന്നു.
മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തിരുവായി പൂർണ്ണപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാൻ നിയമിച്ചവന്മയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കരുണാപൂർണ്ണമായ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാവുന്ന മണവാളനെയും പുത്രിയാവുന്ന മണവാട്ടിയെ ജ്ഞാനത്തിന് തേജനും പൂർണ്ണതയുള്ള ഒരു വാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളും വെറുപ്പുകളിൽ നിന്ന് അവതരിക്കുന്നതാകണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിന് വരുവാനും അഴിവില്ലാത്തോണ്ട് നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവേലുകളുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരമാണ് ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇറയന്മാരും മാലാഖമാരും ഇവിടെ സന്തോഷിക്കണമാനിന്റെ സ്വർഗീയ മണവരയ്ക്കാനോനെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിരസനയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാലൊരു അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഒരു വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ വന്ന് നിന്നെ നിന്റെ പിതാവിനെയും ശ്രോതായിലൂടെ ആസ്വദിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോൾ മണവാളനും മണവാട്ടിയും തോൽമക്കാരിയും ഒഴികെ ശേഷം ജനങ്ങൾക്ക് ഇരിക്കാവുന്നു. കന്യാമൃതോപിടമുള്ള ദേവികളെ തനിക്ക് വിവാഹത്തിന് ശേഷിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യ വിവാഹം ചെയ്യുകയും ശ്രേഷ്ഠയുടെ സന്നിധിയിൽ നിൽക്കുന്ന കുലഹീനരായ ഞങ്ങൾ മുഖാന്തരം ഉള്ള മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാളുള്ള ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വീശുവാൻ വരെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. സത്യസ്നേഹവും നിരപ്പൻ സമാധാനവും ഭിന്നിച്ചു പോകാതെ ഐക്യമധ്യവർക്ക് തമ്മിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിൽ അന്യനം നിർമ്മലത കാത്തുകൊണ്ടുവാൻ അവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിൻ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും കയറ്റുമാറാകണമേ. ഹോശോ സന്തോഷമേ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും എന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. തന്റെ മസികാമൂലം വിശുദ്ധസഭയുടെ സന്തോഷപൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യന്യവുമായ ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാകട്ടെ. ഇവ ധരിച്ചിരിക്കുന്ന ഇപ്പോഴോടുകൂടെ സ്വർഗീയ വാഴും താനവർക്ക് നൽകുമാറാകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താനുമാറാകട്ടെ.
ഇസാഖിന്റെയും റിബക്കായുടെയും സ്വർണ്ണ പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷയാണ്ട് ഭഗവാനെ ദോഷിപ്പിക്കട്ടെ. വഴക്കവും നാശവുമായില്ലാത്ത ആഗ്രഹിക്കാത്ത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ അനുഗ്രഹിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന വീശുന്ന പരിഭാവിൽ കൂടിയവർ പുറമനസാക്ഷിയെ മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവർക്ക് സംഗതിയാകട്ടെ. മഷുരത്തെ ഉദ്ദേശിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവരെ രക്ഷിക്കുമാറാകട്ടെ. യുവാത്തിന്റെ ദുർബലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിനടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹപരമായ ആണ്ടുകളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠവും നിൽക്കുന്ന ബലഹീനവും ഭാവികളുമാകുന്ന നിന്റെ അടിയാരാകും നമ്മുടെ അപേക്ഷ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകുമാറാണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാണമേ. നിങ്ങളുടെ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിവർ നിലകൊണ്ട് നിലനിൽക്കുന്നതിലും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമായി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നൽകണമേ. ഈ കല്യാണത്തിനായിരിക്കും വന്നിട്ടുള്ള ഇതിന്റെ മക്കളെല്ലാവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഏതെന്നതിന്റെ വിശുദ്ധ ശ്രീബായാൽ ഈ മണവാളനെയും ഞങ്ങളുടെ മണവാന്റെയും നാദാ നീ കാത്തുകൊണ്ടണമേ. പിതാവ് പുത്രനും ശ്രുവായുമായ ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവരെ വന്നേക്കുന്നേ വിഗ്രഹമത്തി ചുറ്റിച്ചെന്നേ. കഷ്ടം വഞ്ചകനം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമന്യക്ഷാത്തീതാൻ മാംസം രക്തം മോദീരമായി ഇട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ തൻ സൂര്യനോപ്പം. മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30,000, 1 60,000, 1 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. കർത്താവിന്റെ ശ്രീഭാരാപ്പുകൾ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുപറച്ചുകൊള്ളുകയും ചെയ്യട്ടെ. ഈ സമയത്ത് ദമ്പതികൾക്ക് അവിടെ ഇരിക്കാം. ഓർമ്മക്കാരിക്കും ഒരു സീറ്റിലോട്ട് ഇരിക്കാവുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയ വരൻ്റെ ജേക്കബ് നവീൻ്റെ പിതാവ് സൈസാറിൻ്റെ അമ്മാച്ചനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ഏബ്രഹാം കുരുവിള അച്ഛൻ, പ്രിയ അച്ഛൻ സെമിനാരി കാലത്ത് ഞങ്ങളെ മനഃശാസ്ത്ര വിഷയം പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ കൂടെ അച്ഛൻ ഇന്ന് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം. പ്രിയ അച്ഛൻ ഇപ്പോൾ ദമ്പതികൾക്കുള്ളതായ പ്രബോധനം നൽകുന്നു. എത്രയും
സ്നേഹമുള്ള സഹോദര പട്ടക്കാരെ, എനിക്ക് എത്രയും പ്രിയമുള്ള നവീൻ, ആർഷ, കൂടി വന്നിരിക്കുന്ന ക്രിസ്തീയ സഹോദരി സഹോദരൻ, വിവാഹം നമുക്ക് ഒരു മംഗള മുഹൂർത്തമാണ്. ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ദമ്പതികൾക്ക് മാത്രമല്ല, ബന്ധുക്കൾ, യാത്രക്കാർ കൂടി വരുന്ന എല്ലാവർക്കും നമുക്കൊരു ആഘോഷ നിമിഷം. ചില വിവാഹങ്ങളിൽ ആ ആഘോഷം ആയുഷ്കാലം നിലനിൽക്കും. മറ്റു ചില വിവാഹങ്ങളിൽ ആ ആഘോഷം, എക്സൈറ്റ്മെൻറ്റ് സാവകാശത്തിൽ അങ്ങ് ചത്ത് ഒടുങ്ങി. എന്താണ് നമ്മുടെ ദാമ്പത്യത്തെ ചൈതന്യമുള്ളതായി നിലനിർത്തുന്നത്? അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പദവിയാണ്. സ്തോത്രം ചെയ്യുക എന്നത് ക്രിസ്തീയ വിശ്വാസിയുടെ ഒരു അവകാശവും പദവിയും. വിവാഹത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ഒരുമിച്ച് ചേരുന്നു. അപ്പോൾ പാർട്ണറെ സംബന്ധിച്ച് ആയുഷ്കാലം സ്തോത്രം ചെയ്യാൻ കഴിയും. അതായത് ഇങ്ങനെ ഒരു പാർട്ണറെ എനിക്ക് ദൈവം തന്നു, അതോർത്ത് ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അതാണ് ആയുസ്സിനെ വ്യത്യസ്തമാക്കുന്നത്, ദാമ്പത്യത്തെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ അതിനകത്താണ് നമുക്ക് എവിടെയോ അല്പം ബുദ്ധിമുട്ടുള്ളത്. എനിക്കതുകൊണ്ട് പ്രാരംഭമായി പറയാൻ ഉള്ളത്, ദാമ്പത്യത്തിൽ കുടുംബത്തിലെ പാർട്ട്നേഴ്സ് തമ്മിൽ പൊരുത്തവും പൊരുത്തക്കേടും ഒക്കെ ഉണ്ടാകും. എന്നാൽ അതെങ്ങനെ തന്നെ ആയിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരനുഭവം കുടുംബത്തിലുണ്ടാകും. അത് ആയുഷ്കാലം നിലനിർത്തുകയും ചെയ്യും. ബുദ്ധിമുട്ട് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞ് കുറച്ച് ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിയുമ്പോൾ നമ്മളൊരു കണ്ടുപിടുത്തം നടത്തും. അതെന്തെന്ന് ചോദിച്ചാൽ, ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന ഈ ജീവിത പങ്കാളി, ആ ആളിൽ എനിക്കിഷ്ടമുള്ളതായ അംശങ്ങളുണ്ട്, അത്ര ഇഷ്ടമല്ലാത്ത അംശങ്ങളുമുണ്ട്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടമില്ലാത്ത പല അംശങ്ങളും കൂടെ ചേർന്നതാണ് എൻ്റെ പങ്കാളി. അതൊരു കണ്ടുപിടുത്തമാണ്. അത് കണ്ടുപിടിക്കുമ്പോൾ മുതൽ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കുറയാൻ സാധ്യത. ഈ വ്യത്യാസം വരുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിലെ മോഹം, എൻ്റെ പങ്കാളിയിൽ നിന്ന് എനിക്കിഷ്ടമില്ലാത്ത അംശങ്ങളെല്ലാം ഒന്ന് നീങ്ങിപ്പോയാൽ നല്ലതായി. നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് റബ്ബർ കൊണ്ട് തൂക്കുന്നത് പോലെ ഈ ആളിൻ്റെ സ്വഭാവത്തിനകത്ത്, പെരുമാറ്റത്തിനകത്ത് എനിക്കിഷ്ടമില്ലാത്തതൊക്കെ പടിയായിട്ട് നീങ്ങി എനിക്കിഷ്ടമുള്ള അംശങ്ങൾ മാത്രമുള്ള ഒരാളായി ഈ പാർട്ണറെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായി. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാമായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് ആയുസ്സിനുള്ളിൽ നിലനിർത്താമായിരുന്നു. എന്നാൽ അത് ഒരു അതിമോഹമാണെന്ന് മാത്രമല്ല, അതൊരു ദുർമോഹം കൂടെ. കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ പാർട്ണറിൽ നമുക്ക് ഇഷ്ടമല്ലാത്തതെല്ലാം അങ്ങ് നീങ്ങിപ്പോയെന്ന് വിചാരിക്കും. അതിൻ്റെ അർത്ഥം എനിക്കിഷ്ടമുള്ള അംശങ്ങൾ മാത്രമുള്ള ഒരാളെ സ്നേഹിക്കാനേ എനിക്ക് കഴിവുള്ളൂ എന്നാണ്. അതായത് എനിക്ക് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. ഇഷ്ടമില്ലാത്തതെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആൾ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ. അതിനപ്പുറത്തുള്ളതൊന്നും എനിക്ക് അത്ര സ്വീകാര്യമല്ല. ഇത് യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് മാത്രമല്ല, ദൈവികത്തിന് വരുന്ന ഒരു വിരുദ്ധമാണ്. കാരണം വേറൊരു വ്യക്തിയെ ദൈവം നമുക്ക് പാർട്ണറായിട്ട് തരികയായിരിക്കും. ആ വ്യക്തി ഡിഫറൻ്റാണ്, വ്യത്യസ്തതയുള്ള ആളാണ്. ആ ആളിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ശരീരം, ലോകത്തിൽ ഒരേ ശരീരമുള്ള രണ്ടാളുകളില്ല. അതുകൊണ്ടാണ് ഈ ഫിംഗർ പ്രിൻ്റൊക്കെ കൊണ്ട് നമുക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അതുകൊണ്ട് ശാരീരികമായി ഫിസിക്കലായിട്ട് ഐകമത്യമുള്ള ഒരുമയുള്ളതായ ഐഡൻറ്റിറ്റിയുള്ള ആളുകളില്ലാത്തതുപോലെ തന്നെ പെരുമാറ്റത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ വ്യക്തിയും സവിശേഷമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആ വ്യക്തിത്വത്തെ ആ വിധത്തിൽ കാണുവാനും അതിൽ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ ആ ആളിനെ സ്നേഹിക്കാനും പഠിക്കുന്നിടത്താണ് എക്സൈറ്റ്മെൻറ്റ് ജീവിതകാലം മുഴുവൻ നിലകൊള്ളും. അത് നമ്മൾ ശീലിക്കേണ്ടത്. അതിൻ്റെ ശീലം എന്ന് പറയുന്നത് മറ്റേയാൾ വ്യത്യസ്തമായി ഇരിക്കുന്നു, അത് ആ ആളിൻ്റെ അവകാശം. ആ ആളിനെ ദൈവം അങ്ങനെ സൃഷ്ടിക്കും. അപ്പോൾ ആ ആളിനെ സ്നേഹിക്കാൻ മാത്രം എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടാക്കുന്ന പണി അത് എൻ്റേതാണ്. അവിടെയുള്ള എനിക്കിഷ്ടമില്ലാത്തതെല്ലാം തൂത്ത് കളഞ്ഞ് അല്ല ഇത് നേരെയാക്കണം. മറിച്ച് എൻ്റെ ഹൃദയം കുറേ കൂടെ വലുതായി വ്യത്യസ്തമായി ആ ആളിനെ ആ വ്യത്യസ്തതകളോട് അംഗീകരിച്ച് സ്നേഹിക്കാൻ മാത്രമുള്ള കരുത്ത് അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകുമ്പോഴാണ് ജീവിതം മുഴുവൻ എക്സൈറ്റ്മെൻ്റായി തീരുന്നതും ദാമ്പത്യം എക്സൈറ്റ്മെൻ്റായി തീരുന്നത്. അതിന് വളരെയധികം ദൈവകൃപ ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് പ്രധാനമായിട്ട് ആശംസിക്കാനുള്ളത് ആ ദൈവകൃപ നവീനും ആർത്തിക്കും ധാരാളമായി ജീവിതകാലം മുഴുവൻ ലഭിക്കാൻ ഇടയാകട്ടെ. യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്ന ഒരു നൽവരം അതാണ്. ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തരാണല്ലോ നമ്മൾ. ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരിക്കെ നമ്മളെ സ്നേഹിക്കാൻ മാത്രം വിശാലമായൊരു ഹൃദയം ദൈവത്തിന്. നമ്മൾ ക്രിസ്തുവിൽ ആയ മനുഷ്യരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് വളരെ വ്യത്യസ്തരായ നമ്മളെ സ്നേഹിക്കാനും മാത്രം വിശാല ഹൃദയമുള്ള ദൈവത്തിൻ്റെ ആ ഹൃദയവിശാലതയുടെ ഒരു അംശം അത് നമുക്ക് ദാനമായി. അത് കിട്ടിയാൽ നമ്മൾ നേടി ജയിക്കും. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയിൽ ഉള്ളതായ ഇഷ്ടക്കേടുകൾ അതിനെ കണ്ട് ഒന്നും മിണ്ടരുത് എന്നല്ല. മറിച്ച് അവരിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ വ്യക്തിത്വത്തിൽ നമുക്ക് അസ്വീകാര്യമായ അംശങ്ങളുണ്ടെങ്കിൽ അത് ആ സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൽ തന്നെ ആദരവോടെ അവരോട് പറയണം. ഇന്നിന്ന കാര്യങ്ങളിൽ അല്പം മാറ്റം വന്നാൽ എനിക്ക് വളരെ ആശ്വാസമായിരുന്നു, സന്തോഷമായിരുന്നു. അത് പറയാനൊരു അവകാശമുണ്ട്, പറയാനൊരു ചുമതലയുണ്ട്. അത് കേൾക്കാനും നമുക്കൊരു ചുമതല. അങ്ങനെ പരസ്പരം ക്ഷമയോടെ ആദരവോടെ സ്നേഹത്തോടെ കേൾക്കുകയും വ്യത്യാസങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആ വലിയ ഒരു യാത്ര അതാ ഇന്ന് തുടങ്ങും. അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ മനോഹരമായ യാത്ര തുടരുവാനും അത് കണ്ടിട്ട് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുവാനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുവാനും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാർത്ത ഒരു നിമിഷം കണ്ണുകളടച്ച് നവീനും ആർച്ചയ്ക്കും വേണ്ടി നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഗായക സംഘം രണ്ടാമത്തെ ഗീതം പാടും. ഉദാശയിലെ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും
ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യാസന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. പ്രിയ മണവാളനെയും മണവാട്ടിയെയും പട്ടക്കാരൻ കുരിശു വരച്ച് ആശീർവദിച്ചു ചൊല്ലുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ചവനായിട്ടുള്ള ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ, ഈ ദമ്പതികളുടെ മേൽ വരുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും കുരിശു വരയ്ക്കുന്ന സമയത്ത് അനുഗ്രഹം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദമ്പതികൾ കുരിശു വരയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഗീതത്തിലെ ദേവാകൃപ ചെയ്യണമേ എന്നുള്ള ഭാഗം കോൺഗ്രിഗേഷന് ചേർന്ന് പാടുകയും ചെയ്യും. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാരാ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. ഇസഹക്ക് എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബുരാഹേ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യൗസേ പിന്നെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ കൃപ ചെയ്യണമേ നീ. കർത്താവേ, ഒന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാറ് നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവികമായ കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനരാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ, ഹാലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിൻ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞങ്ങളുടെ ഈശ്വരനായ കർത്താവേ, ഞങ്ങളെ വിജയിച്ചവർക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും നേരമൊക്കെ നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങൾ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിരലോടെ തന്നെ നോക്കിയിരിക്കും. അത്യുന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൊണ്ടങ്ങൾ നല്ല ശ്രേഷ്ഠതകൾ ഭ്രമിച്ചിളങ്ങി വർണ്ണിനിയമായ നല്ല കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും കാരണം ഞങ്ങളെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മന്മീരമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവനും ഞങ്ങളുടെ ശ്രേഷ്ഠാധികാരത്തിന് കീഴിൽ വസിക്കുന്നവനും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന ഞങ്ങളുടെ കരുണയുടെ നേരിൽ കീഴിലും ഞങ്ങളുടെ ദൈവയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതിനുമായ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമനായിരിക്കാൻ ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നന്മകൾ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹിയൊക്കെ പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാവങ്ങളാകാതിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് അങ്ങ് സംഗതിയാക്കണമേ. നിങ്ങളുടെ പരിശുദ്ധ പാർശ്വത്തേക്ക് അടുത്ത് വരുവാനും ശ്രമിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്നും ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. ഞങ്ങളുടെ ആത്മീയമത്തിനത്തോടുന്ന നീതിയുടെ വേലക്കാരും അങ്ങയോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും ഞങ്ങളുടെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരാകുവാനും ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധന്മാരുടെ സംഘത്തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദേഷിക്കുന്നവരും അങ്ങയുടെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. അങ്ങയുടെ സ്വർഗരാജ്യത്തിനാൽ കിട്ടാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യനെ സ്നേഹിക്കുന്നവരാകിയാൽ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും അങ്ങയുടെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുന്നു. ഓശോ ജാതിപുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി. സഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേങ്കട്ടകളിൽ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി കുസുമം പോ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജന്റെ പുരുഷാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പാർക്കുമോ. ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ശ്രീമാരുടെ സ്തുതി. കർത്താവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ.
മിശിഹായിൽ തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹായുടെ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ നമ്മുടെ രക്ഷകനായ പിതാവിന് സ്തുതി. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ ഇപ്രകാരം ഉപദേശിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്നെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ അവൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തനെ തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നും അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനോ ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവ മേലാവർഷിപ്പിച്ച് ദമ്പതികളെയും ശിരസും മുടിയേയും വാഴ്ത്തി
കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ അവൻ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം അവൻ നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹനോ ചൂട്ടിയിടുന്നു. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റിയുമുണ്ട്. നിന്റെ ആയുഷ്കാലമൊക്കെ സന്തോഷിക്കുമാറാകാം. പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിനും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മഷിയാസത്യത്തിന് മണവാക്കുകൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രിടട്ടെ. മഷിയാതന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വനങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഹ നിങ്ങളോടുകൂടെ ഇരുന്ന് ആക്കൽക്കരസായുടെ വാഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യൗസേപ്പിനും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തു നിന്ന് വന്യം ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുകയും തൻ്റെ ദുരുഷ്ടത്തെ സ്നേഹിക്കുകയും ദുരുഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കാൻ സകലജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. നസ്രേന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വാക്യമായ ഉടമ്പടി വാശിനായ പുറത്തിറങ്ങിയത്തിന് നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാമനാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വാതന്ത്ര്യതയും എൻ മണവാള ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. ദേവാസുരനെ വലങ്കൈ നീട്ടി വാഴ്ത്തിയിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ കൊടിയേയും നീ. വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരാവതാരത്തിൽ നീ. വാഴ്ത്തുക ഇവരും ജീവിതകാലം വെളിവിൻ ലോകേ നീ. ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിയിടണമേ ഇഹ പരലോകം വാഴ്വാനിവരേ നീ. വാഴ്ത്തിയിടുക നിൻ അടിയാർമായി എൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. ഞങ്ങൾക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയ നവീൻ ആർച്ച്, ദൈവത്തിൻ്റെ ഭവനത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന ഈ സമയം വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെയും അത്രയും നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുന്നു. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശംശാനന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കി എല്ലായ്പ്പോഴും അവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിക്കാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊണ്ടെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലും അവളോട് തന്നെ വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ജേക്കബ് നവീൻ ആൻഡ് ആർഷ മറിയം, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ ഇരുവരും അന്യോന്യം സ്നേഹിക്കുന്നവരും
മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകർ, സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ ജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആശീർവാദത്തിനായിട്ട് മുൻപ് 1-2 കാര്യങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള നവീനും ആർച്ചിക്കും പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ മാർത്തോമ്മ ഇടവകയുടെ എല്ലാവിധമായിട്ടുള്ള മംഗള ആശംസകളും ഈ സമയത്ത് ഞങ്ങൾ ഈ വൈദികരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും പേരിലും ഞങ്ങൾ ആശംസിക്കുന്നു. ഇവിടെ ശുശ്രൂഷയിൽ ധാരാളം വൈദികർ വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് ഇപ്പോൾ സാവകാശമില്ലാത്തതിനാൽ എല്ലാവരോടും നിസ്സീമമായിട്ടുള്ള കടപ്പാട് കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പ്രത്യേകിച്ചും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആശീർവാദത്തോടുകൂടെ വിവാഹം പൂർണ്ണമാകുന്നതിൽ അല്പം കൂടെ സമയം നിങ്ങൾ ഇരിക്കണം. ആ സമയത്ത് ഗായക സംഘം മംഗളഗാനം പാടും. ദമ്പതികൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. അതിന് മുന്നോടിയായിട്ട് സ്തോത്രകാഴ്ച അർപ്പിക്കും. വിവാഹ രജിസ്റ്ററിൽ നവീൻ്റെ ഭാഗത്തു നിന്നൊരാളും ആർച്ചിയുടെ ഭാഗത്തു നിന്നൊരാളും മുൻപോട്ട് വന്ന് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് റാന്നി ഇട്ടിയപ്പാറയ്ക്കപ്പുറമുള്ളതായ വളയനാട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും അവിടെ എത്തക്ക രീതിയിൽ എത്തിച്ചേരുകയും ചെയ്യണം. അതുകൊണ്ട് ഇവരിവിടെ സ്റ്റേ ബാക്ക് ചെയ്യാതെ ക്യാമറ ഫോട്ടോ എടുക്കുന്നവർ അതിനനുസരിച്ച് സ്നാപ്പുകൾ ക്രമീകരിക്കണം. കാരണം താഴെ പാരിഷ് ഹാളിൽ 1 മണിയാകുമ്പോൾ മറ്റൊരു റിസപ്ഷൻ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് വാഹനങ്ങൾ കയറി വരും. അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ ബ്ലോക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ സമയത്ത് ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. As we're sitting here in silence, all I'm hearing is the rain. Don't mean to be so quiet, but there's nothing left to say. It's been going for a long time, but it's hard to cut the ties when there's no turning back, no. And we're saying goodbye, trying to make it work, and I gave it all. I've been fighting for love, that I got nothing from. Try to fit him, but this can't be right. We are at a point where we just can't pretend things will be alright if we just start again. I've been fighting for love. Used to be the perfect lovers, used
used to be the closest friends. I didn't want no other, but this man has got a hand. It's been going for a long time. We've been living in a lie when there's no turning back, no. And we're saying goodbye. Try to make it work, and I gave it all. I've been fighting, fighting, fighting for love that I got nothing, nothing, nothing from. Try to fit in, but this can't be right. We are at a point where we just can't pretend things will be alright if we just start again. I've been fighting, fighting, fighting for love, fighting for love. This is the way it's gotta be, no other way for you and me. Once it's over, too late to once again being close to you. I know I have to close that door, be the man that I was before. Oh, I've been fighting, fighting, fighting for love. I've been fighting for it, but I got nothing, nothing, nothing from. Nothing, nothing, no. Try to fit in, but this can't be right. Can't be right. We are at a point where we just can't pretend things will be alright if we just start again. I've been fighting, fighting, fighting for love, fighting for love, fighting for love, fighting. Ooh, yeah, been fighting, been fighting. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. As we begin this beautiful celebration of love and togetherness, it's only fitted that we start by inviting God's presence into this joyous occasion. To lead us in a word of prayer and to bless this gathering, we now invite Reverend Father Ajay K. Thomas onto the stage. ബാറക്കുമോർ കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസം ഈ നിമിഷം വരെ അടിയങ്ങൾക്ക് ചൊരിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും കരുണകൾക്കുമായി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധമായ വിവാഹ കൂദാശയിലൂടെ ഒന്നായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നവീനെയും ആർച്ചയെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇരുവരും ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് നിൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം അവരുടെ കുടുംബജീവിതത്തിന് കാവലായിരിക്കണമേ. അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. തലമുറകളുടെ നന്മ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് നടക്കുന്ന സൽക്കാര ചടങ്ങുകളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമൃദ്ധിയുടെ അനുഭവത്തെ ചൊരിയണമേ. എല്ലാ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും
അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകളും ചടങ്ങുകളുമെല്ലാം ധന്യമാക്കി തീർക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെന്നാളും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. Here we stand, the world awaits. We'll let the stars tonight light the way. Now we move on to the lighting of the unity candle. This act represents not only the merging of two individuals, but also the coming together of two families, two hearts, and one shared future under God. As they light the unity candle, may it be a reminder of the love that brought them together here, the faith that sustains them, and the light that will guide them through every seasons of their life. Naveen and Asha, you may now light the candle. With you by my side, there's no place that we can't go. This is the start of something beautiful. Now we invite our lovely couple, Naveen and Asha, to make their way to the cake table to cut the wedding cake. It captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, വിശുദ്ധ വിവാഹ കൂടാശയിലൂടെ അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ നവീനായി ആർച്ചയ്ക്കായി സ്തോത്രം. ഈ വിവാഹ ചടങ്ങിൽ ഒരുമിച്ചുള്ള ഈ കൂടിച്ചേരലിൽ കർത്താവിൻ്റെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാക്കുന്നത് അവിടുത്തെ നിത്യമായ സാന്നിധ്യത്താലാകുന്നുവല്ലോ. ഈ വിരുന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് സ്തോത്രം. കനായിലെ കല്യാണ വിരുന്നിൽ എഴുന്നള്ളി വന്ന് സകലത്തെയും അനുഗ്രഹിച്ച ധന്യമാക്കിയ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാവരുടെ മേലും നൽകണമേ. ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഭക്ഷിച്ച് ബലപ്പെട്ട് തിരുനാമത്തിനായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. It's your love I know that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. It's like finding a treasure that's always been hiding. The first time that I see inside it and realize it's always been you. It's like reading pages and pages of stories. പ്രഭുമാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ കുമ്പശ്ശേരി കുടുംബത്തിന്റെ കുടുംബ സുഹൃത്തായ ശ്രീ രമേശ് ചെന്നിത്തല. നവീനും ആർച്ചയ്ക്കും ഹൃദയം നിറഞ്ഞ
വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. കമ്പശ്ശേരി കുടുംബവുമായിട്ട് 10-40 വർഷത്തേക്കാൾ കൂടുതലുള്ള ബന്ധമാണ് എനിക്കുള്ളത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മംഗളകരമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കേണ്ടത് തീർച്ചയായും എൻ്റെ ഒരാവശ്യമായി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ എത്തിയത്. വധുവരന്മാർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Suddenly I'm seeing everything so different. Like I'm looking at the world through a brand new lens. Every shade of green and blue, and it's all because of you. I'm seeing everything. You make me wanna celebrate, celebrate, celebrate. Tonight, like a picture that I've painted in my wildest dreams, came to life in every feeling that you gave to me. Found a story that we saw. Every moment is a song. I'm hearing everything. You make me wanna celebrate. Celebrate, celebrate, celebrate.
celebrate tonight. Like a picture that I've painted in my wildest dreams, came to life in every feeling that you gave to me. Take a breath, open your eyes, it's a beautiful life. Take a step, arms out wide, into the sunlight. Do you see what I see? There's a glow all around, I can feel it in the air, it's like magic. This whole big world is ours. This whole big world is ours. Wander near and far. Oh, this whole big world is ours. Every moment frozen in time, little pieces of light. Over mountains, through the valleys, all that's in between. As long as you're here with me. Do you feel what I feel? There's a song all around us, I can hear it in the air, it's like magic. This whole big world is ours. This whole big world is ours. Wander near and far. അപ്പം ഞാൻ പോൾ ആൽബർട്ട്. ഇന്നായിരുന്നു നവീൻ്റെ കല്യാണം. നവീനെ ഞാൻ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയത് 7ാം ക്ലാസ് തൊട്ട്. 7ാം ക്ലാസ്സിൽ അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഒന്നിച്ച് കുറേ നാൾ ജീവിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ കല്യാണം കഴിച്ച് പോയി. എന്നാലും തിരിച്ച് ബാംഗ്ലൂരിലോട്ട് തന്നെ വരും. നല്ലൊരു മനുഷ്യനാണ്. കുറച്ച് നമുക്ക് ആർക്കും അതെ, നമുക്കാർക്കും മനസ്സിലാവാത്ത ഒരു ഹ്യൂമൻ ബീങ് ആണ്. ഇതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളി ചിന്തിക്കുന്നതും പുള്ളി പ്രവർത്തിക്കുന്നതും നവീന് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ഇനി ആർച്ച മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് അവൻ പ്രതികരിക്കാൻ പോണേന്ന് പറഞ്ഞു തരണം. അത് മാത്രമേ ഉള്ളൂ ആർച്ചയോടുള്ള റിക്വസ്റ്റ്. അതെ, വേറെ നല്ല മനുഷ്യൻ, പാവം. ഗൗരവമൊക്കെ കാണിക്കും, പക്ഷെ അകത്ത് വരും പാവമാണ്. ഇടയ്ക്ക് കാണാണ്ടാവും. വേറെ ഒന്നുമില്ല. നീ പറഞ്ഞ സി ബാച്ചിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ പോണേ, ഈ ഭാഗം വേണ്ട. To our best friend and his perfect match, may your life be full of love, laughter and zero arguments about whose turn it is to do the dishes. വെറും ക്ലീശ ആയി പോയത്. ഇവനെന്ത് പറയാ അങ്ങനെ വായിക്കണം. എന്തിനത് മതി ഇല്ല, അത് കട്ട് ചെയ്തോട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. അതന്നെ, ഹാപ്പി മാരീഡ് ലൈഫ്. ഇതാണ് പുതിയ നവീന്റെ ചിഹ്നം. ഹാപ്പി മാരീഡ് ലൈഫ്.
കൊച്ചിലെ എനിക്ക് ഓർമ്മയുള്ള കുട്ടിക്കാലത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയായിരുന്നു. അതിൽ നിന്ന് വളർന്നു വന്ന് കല്യാണമൊക്കെ കഴിക്കുന്ന ആ പ്രായം കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് മിക്സ്ഡ് ആയിരുന്നു. ഓബിയസ്ലി സന്തോഷവും സങ്കടവും എല്ലാം കൂടിയുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു ഇന്ന്. അത് ഇനി സന്തോഷവും എല്ലാം കൂടെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. പൊന്നുപോലെ നോക്കണം എൻ്റെ അനിയത്തിനെ. എന്താ എനിക്ക് ചേട്ടൻ എന്താ പറയാ, ഭയങ്കര അടിപൊളി ചേട്ടനാണ്. ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ ഇച്ചിരി പാടാണ്. ചേട്ടൻ മെസ്സി ഓസ്ട്രേലിയയിലാണല്ലോ. അതെ. ഞങ്ങള് നല്ല അടിയാണ്, ഫുൾ ടൈം അടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ അതൊക്കെ പറഞ്ഞോ? അടിയാന്നൊക്കെയോ? എന്തിനാ? ചുമ്മാ. മാരീഡ് ലൈഫ്. പൊന്നുപോലെ എൻ്റെ അനിയത്തിനെ നോക്കണം. കുട്ടിക്ക് ഡയമണ്ടാ പ്രിയം, അതുകൊണ്ട് പൊന്ന്. ഇതൊക്കെ റെക്കോർഡിങ്. നല്ലൊരു അളിയനാണ് എനിക്ക് കിട്ടിയത്, സന്തോഷമുണ്ട്. ലക്കി, രണ്ടുപേരും ലക്കിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു അളിയനെ കിട്ടാൻ അല്ലേ? പക്ഷെ അത്രയും തമ്മിലുള്ള സ്നേഹപരമുണ്ട്. അതുകൊണ്ട് അതുപോലെ എത്തിക്കാൻ എനിക്ക് പറ്റില്ല. കൊടുക്കാനുള്ള സ്നേഹമല്ല ഞാൻ കൊടുക്കാം, അത്ര എനിക്ക് പറയാം. റിലാക്സ്ഡ്, നെർവസ്നെസ് കഴിഞ്ഞു, ടെൻഷൻ കഴിഞ്ഞു. ആ താലി കെട്ടുന്ന വരെ ആയിരുന്നു എൻ്റെ ടെൻഷൻ. ലെഫ്റ്റ് ഓവർ റൈറ്റ്, റൈറ്റ് ഓവർ ലെഫ്റ്റ്, അതായിരുന്നു മനപ്പാടമാക്കി ഇന്നലെ കിടന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെൻഷൻ കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ ഇന്നലെ എനിക്ക് ട്രെയിനിങ് സെഷൻ ആയിരുന്നു, ഒരു 1 hour. എല്ലാവരും ചുറ്റത്തിരുന്ന് എന്നെ കൊണ്ട് ഇത് ചെയ്യുന്നു. ആ സെയിം സിനാരിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫാൻ ഫുൾ സ്പീഡിലിടുന്നു. ത്രെഡ് പറക്കണം. എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത് ഞാൻ പാസ്സായതുകൊണ്ട് ഇന്ന് രാവിലെ പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആൾക്കാർ നോക്കിക്കുമ്പോ കെട്ടി തീർക്കണ്ടേ? എൻ്റെ കൈയാണെങ്കിൽ വേർക്കണ കയ്യാ. ഇനിയിപ്പോൾ ആ നൂല് കറക്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. പിന്നെ ആൾക്കാരെല്ലാം വന്നിട്ട് എന്താ അവിടെ നടക്കണം, എന്താ നടക്കണം, ഞാൻ വിട്ടുപോയി. അത് ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ ടെൻഷൻ? ഹലോ, ഞാൻ ആ വീടൊക്കെ മാറി ഇങ്ങോട്ട് വരുന്നേ, അപ്പൊ എനിക്കല്ലേ ടെൻഷൻ. യു എവരിതിങ് ഇസ് ദ സെയിം, യുവർ ഓൺ റൂം, എല്ലാം സെയിമാ. ഇത് യുവർ ഓൺ റൂം. പക്ഷെ എനിക്ക് ഇറ്റ് വാസ് ഡിഫറെന്റ്. അപ്പൊ അതിന്റെ ടെൻഷൻ. പിന്നെ ഇതാണ് ശരിക്കുള്ള സ്വഭാവം എന്ന് അറിയില്ലല്ലോ, അതിന്റെ ടെൻഷൻ. പ്രശ്നങ്ങളാണ്, അതായിരുന്നു ടെൻഷൻ. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും പറഞ്ഞു എന്തിനാ ടെൻഷൻ. ശരിയായില്ലേ? കല്യാണം കഴിഞ്ഞപ്പോ ഒരു 6 months. I mean, yeah. പറഞ്ഞുറപ്പിച്ചത് 6 months. It was good when there's no football matches or IPL or anything. Otherwise, it's very hard. അവിടെ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് സ്പോർട്സിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് RC കൊടുക്കും. ഞാൻ പറയും ഇന്ന് 2 മണിക്കൂർ കളിയുണ്ട്, ആ 2 മണിക്കൂർ ഞാൻ ഫോൺ എടുക്കില്ല. No. Me, I like baking. I'm a baker. So, yeah, that's my thing. പക്ഷെ Naveen fully into sports. Not my thing. He doesn't like baking. തന്നിട്ടില്ല. എനിക്ക് ആകെ ഇതുവരെ ഒരു ചെറിയ പീസ് കേക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇനിയാണ് ഞാൻ നോക്കാൻ പോണേ എനിക്ക് ബേക്കിംഗ് ഇഷ്ടപ്പെടോ ഇല്ലേ. ഇനി കേക്ക് കിട്ടാൻ പോണേ ഉള്ളൂ എനിക്ക്. അത് കിട്ടിക്കഴിയുമ്പോഴേ ഞാൻ പറയുള്ളൂ നല്ലതാണോ അല്ലയോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പം അല്ല എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ട്രിവാൻഡ്രത്തായിരുന്നല്ലോ, അവിടെയാണ് കുക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം. അപ്പോൾ ബിസിയാണ്. നമുക്ക് എന്തെങ്കിലും ബാംഗ്ലൂർ പോകണം, തിരിച്ച് ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഓടി മടുത്തു. പക്ഷെ ഇന്ന് ഫൈനലി കല്യാണം കഴിഞ്ഞപ്പം ആശ്വാസമായി. കാറ് കയറിയിരുന്ന് കൈ പിടിച്ചിട്ട് അങ്ങനെ ഇവിടെ നോക്കി തലാട്ടിലുണ്ടായി.
Okay. What is your wedding vows? Oh, Oh, അങ്ങനൊന്നുമില്ല കേട്ടോ. I mean, let's make sure that we keep each other other happy. happy and like stay connected. yeah, and never lose that connection. Yeah. Always make sure that we, even if you're fighting, make sure that before we go to bed, അത് We make it up. തീർത്തിട്ടേ നമ്മൾ കിടക്കൂ എന്നുള്ളൊരു Thing we have. Yeah, I think we'll follow that. Yeah. ഓ അല്ല അല്ലല്ല, മുടിയുണ്ടായി. മുടിയുണ്ടായി. പിന്നെ എനിക്ക് ആർച്ചയുടെ കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഞാനിത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. See? അതും പറഞ്ഞു. ഓ Done. Next birthday, പക്ഷെ അതാ, 31st birthday. എനിക്ക് ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഇത് മുട്ട അടിക്കണോ വേണ്ടി പിന്നെ ആ ഞാൻ ഒരു കോൺഫിഡൻസ് സ്പീച്ച് കൊടുത്തു. എന്റെ സ്പീച്ചിൽ ഫ്ലാറ്റ് ആയി. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിന് മുട്ട കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുപ്പിച്ച് പിന്നെ അതെ ഈസ് വെരി ഇമോഷണൽ, ആർട്ടിസ്റ്റിക്. അതൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക് ടച്ച് ഉള്ളതാണ്. ഈ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആണെങ്കിലും ഇതാണെങ്കിലും എല്ലാം പ്ലാനിങ് ആർച്ചറായിരുന്നു. ആ എൻഗേജ്മെൻറ്റ് വെന്യൂ ഒക്കെ എല്ലാം ഹെർ ഐഡിയാസ്. ഞാൻ ഇന്ന് അവിടെ ചെന്നു, കാറ് തുറന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് യു ലുക്ക് ബ്യൂട്ടിഫുൾ ടുഡേ ആണ്. അത് ഇന്നൊരു സ്പെഷ്യൽ ഭംഗിയായിരുന്നു. അത് വെഡിങ് ഡേയുടെ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഷീ വാസ് ലുക്കിംഗ് സ്റ്റണ്ണിങ് ടുഡേ. I'm always beautiful. And what was your? I was very nervous. I mean, എനിക്ക് ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നു അവിടെ എത്തുന്ന വരെ. But then once I saw him, I was like very calm. Okay. It's here. It's done. I was happy. Yeah. രാത്രി വരെ ഞാൻ ചോദിച്ചു ഓടുന്നുണ്ടോ. എല്ലാം ഭംഗിയായിട്ട് പോയി. He has very loving parents, like എന്താ പറയാ, very sweet, very open hearted. Siblings ആണെങ്കിലും very like എന്നെ comfortable ആക്കാൻ നോക്കുന്ന ഒരു kind of family. I'm very lucky to be a part of it. Yeah. How about your family? My family is awesome sauce. ഒരു മൂന്നുപേരും തമ്മിൽ ഭയങ്കര ബോണ്ടാ. So we have a very good bond. So yeah, I'm gonna miss them because ഞാൻ അമ്മയായിട്ട് എല്ലാ ദിവസവും അടി ഉണ്ടാക്കാണ്ട് ഉറങ്ങാറില്ല. അത് മിസ് ചെയ്യും. And she has a big family. Yeah, I have a huge family. അമ്മയുടെ സൈഡിലും അപ്പയുടെ സൈഡിലും എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആ. സോ അവർക്കെല്ലാം ആർച്ചാന്ന് വെച്ചാൽ ജീവനാണ്. ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു 6 പേര് വന്നിട്ട് പൊന്നു പോലെ നോക്കണം 6 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പ്രഷർ മനസ്സിലാവുമല്ലോ. ഓ ഞാൻ വന്നിറങ്ങിയ ഓക്കെ, ഞാനത് സഹായിക്കാന്ന് ഓർത്ത് ഞാൻ വന്നിറങ്ങിയ ചാടി ഇറങ്ങിയതും സാരി ചെരുപ്പിൽ കുരുങ്ങി. പിന്നെ ഞാൻ അവിടെ കിടന്ന് തപ്പി കളിക്കുക, ഇത് എവിടെ എൻ്റെ കാണില്ല. അപ്പം പിന്നെ പുറകിലാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് പിടിച്ച് പിന്നെ കാലി വീഴാനുള്ള ഭാഗ്യം ഉണ്ടായി. ജീവിതം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ. അപ്പം അത് മനസ്സിലായില്ലേ.